ഹരേ കൃഷ്ണ. ഹനുമാനും അർജുനനുമായുള്ള തർക്കത്തെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. അർജുനൻ പറഞ്ഞു, എടാ മർക്കടാ, അസ്ത്രങ്ങളുടെ അപാരമായ ശക്തിയെക്കുറിച്ച് നിനക്ക് എന്തറിയാം? ശരങ്ങളാൽ നിർമ്മിക്കപ്പെടുന്ന പാലത്തിൽ മഹാപർവ്വതം കയറ്റിവെച്ചാൽ പോലും അതിന് യാതൊരു കുലുക്കവും ഉണ്ടാവുകയില്ല. ഇത് കേട്ടപ്പോൾ ഹനുമാന് എന്തെന്നില്ലാത്ത പ്രയാസമായി. തങ്ങളുടെ കഠിനമായ പ്രയത്നം കൊണ്ട് നിർമ്മിക്കപ്പെട്ട സേതുബന്ധനത്തെക്കുറിച്ച് സാധാരണക്കാരായ ഒരു മനുഷ്യൻ പുച്ഛിച്ച് സംസാരിക്കുന്നത് കേട്ടപ്പോൾ ഹനുമാന് അയാളോട് വല്ലാത്ത വിദ്വേഷം തോന്നി. ഹനുമാൻ പറഞ്ഞു, ഹേ വീര, നീ ചുമ്മാ നിന്ന് പുലമ്പാതെ കഴിവുണ്ടെങ്കിൽ അസ്ത്രം കൊണ്ടൊരു പാല നിർമ്മിക്കൂ. ഞാൻ അതിൽ കയറി നിൽക്കുമ്പോൾ അതൊടിഞ്ഞു നുറുങ്ങിയില്ലെങ്കിൽ നിന്റെ കഴിവിനെ ഞാൻ മാനിക്കാം. ശരി, എന്നാൽ അത് തന്നെ നോക്കാം. പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട്. ഞാൻ നിർമ്മിക്കുന്ന പാലം നിന്റെ ഭാരം താങ്ങുമെങ്കിൽ എന്താണ് പന്തയം? ശരി, നീ പറഞ്ഞതുപോലെ അസ്ത്രം കൊണ്ട് നീ നിർമ്മിക്കുന്ന പാലം എൻ്റെ ശരീരത്തെ താങ്ങുമെങ്കിൽ ഞാൻ ആ നിമിഷം തന്നെ നിന്റെ അടിമയാകുന്നതായിരിക്കും. അതല്ല, മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ നീ എൻ്റെ അടിമയാകണം. എന്തു പറയുന്നു? അർജുനൻ പറഞ്ഞു, എനിക്ക് അത് പൂർണ്ണ സമ്മതം തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് പാർത്ഥൻ ചാപം കുലച്ചു. ഞാൻ മുറുക്കി ഒന്നിനു പിറകെ മറ്റൊന്നായ അനേകം ബാണങ്ങൾ തൊടുത്തുവിട്ടു. നിമിഷങ്ങൾ കൊണ്ട് പാലം പൂർത്തിയാക്കി. അർജുനൻ താൻ നിർമ്മിച്ച പാലത്തെ വാനരന് കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഹേ മർക്കടാ, ഞാനിതാ അസ്ത്രങ്ങൾ കൊണ്ടുള്ള പാലം നിർമ്മിച്ചു കഴിഞ്ഞു. ഇനി നിനക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്തു കൊള്ളുക. അർജുനൻ്റെ അഹങ്കാരം നിറഞ്ഞ വാക്കുകൾ കേട്ട് ആഞ്ജനേയൻ സർവശക്തനായ ശ്രീരാമനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പാലത്തിൽ ചാടിക്കയറി. 2-3 ചുവടുകൾ നടന്നു കഴിഞ്ഞപ്പോൾ ഭീമാകാരനായ ഹനുമാന്റെ ഭാരം താങ്ങാനാവാതെ അസ്ത്രം കൊണ്ടുള്ള പാലം തകർന്നു സമുദ്രത്തിൽ നിലംപതിച്ചു. അത് കണ്ട് അർജുനൻ ഞെട്ടിപ്പോയി. അപ്പോൾ ഹനുമാൻ ചോദിച്ചു, ഹേ വീര, ഇപ്പോൾ എന്തു പറയുന്നു? വാനരന്മാർ നിസാരന്മാരാണോ? നീ അല്പം മുമ്പ് അസ്ത്രബന്ധനത്തെക്കുറിച്ച് പുലമ്പിയല്ലോ. എന്നിട്ടിപ്പോൾ എന്താണ് സംഭവിച്ചത്? നീ കഷ്ടപ്പെട്ട് നിർമ്മിച്ച പാലം തകർന്ന് തരിപ്പണമായില്ലേ? ഹനുമാൻ ശ്രീരാമനെ സ്തുതിച്ചുകൊണ്ട് തുള്ളിച്ചാടി. ഹരേ കൃഷ്ണ.